തൃശൂർ മണലിപ്പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന കുളവാഴകളും ചണ്ടിയും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. മഴ തുടങ്ങിയ സാഹചര്യത്തിൽ ഇത്തവണയും പുഴ കരകവിഞ്ഞൊഴുകുമോ എന്ന ഭീതിയിലാണ് ജനം. വർഷകാലത്തിനു മുൻപായി പുഴ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പുഴയാണോ കാടാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മണലിപ്പുഴ. മന്ത്രി കെ രാജന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അച്ചൻകുന്ന് പ്രദേശത്ത് കിലോമീറ്ററുകളോളം പുഴയിൽ കുളവാഴകളും ചണ്ടിയും നിറഞ്ഞു നിൽക്കുന്നു. മണൽ കുമിഞ്ഞുകൂടുന്നതിന് പുറമെയാണിത്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. 1 മാസം മുൻപ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് പുഴ വൃത്തിയാക്കുവാൻ ആളെത്തുമെന്ന് പറഞ്ഞു. തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ എത്തിയെങ്കിലും പുഴ വൃത്തിയാക്കുവാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. നിരവധി കുടിവെള്ള പദ്ധതിയുടെ ഒരു സംവിധാനമുള്ള ഒരു പുഴയാണിത്. ഇതിൻ്റെ കരയ്ക്ക് ഒരു 19 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ട് കണ്ടമാനം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം മാലിന്യങ്ങളുണ്ട്. ഈ നല്ലൊരു ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മാലിന്യം മുഴുവൻ അവിടെ ഒരു പണ്ടാരച്ചിറ എന്ന് പറഞ്ഞ ഒരു ചെറിയുണ്ട്. ആ ചിറയിൽ കെട്ടിക്കിടക്കും. അപ്പോൾ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് തേട്ടി ഈ വീടുകളിലേക്ക് വരും. പീച്ചി ഡാമിൽ നിന്നും നേരിട്ട് വരുന്ന പുഴയിൽ വർഷക്കാലത്ത് ഷട്ടറുകൾ തുറക്കുമ്പോൾ തന്നെ പുഴ കരകവിയാറുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയത്ത് ഇരുകരകളിലെയും വീടുകളിൽ വെള്ളം കയറിയിരുന്നു. കുളവാഴകളും ചണ്ടിയും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇത്തവണയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായി, വീടിന്റെ മുകളിൽ സൺസൈഡിന്റെ മുകളിൽ വരെ എത്തി. ഇപ്പൊ ഇനി ഈ പുഴ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം വെള്ളം കയറും, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നശിച്ചു പോവും. ആരും ഈ ഭാഗത്തേക്ക് പഞ്ചായത്തായാലും ആരായാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അവരോട് പറയുമ്പോൾ അവർ ഒന്ന് കാട്ടി അവിടെ ഇടുള്ളൂ. ദിവസങ്ങൾക്ക് മുൻപ് പുഴയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പിന്റെ പരിസരം വാട്ടർ അതോറിറ്റി വൃത്തിയാക്കിയിരുന്നു. സമാന രീതിയിൽ പുഴയും വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ജനം, തൃശൂർ.